ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगण ललिता श्रीविशाखान्वितंश्च। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पदे गोपेश गोपिका कान्द राधा कान्दा नमोस्तुते। सप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी शबानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरि ओम तत्सत। ഓ ഹരേ കൃഷ്ണ. അടുത്ത ക്ലാസ്സിൽ ബൈഹാർട്ട് ചെയ്യാനുള്ള ശ്ലോകം 8ാമത്തെ അധ്യായം ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് 8ാമത്തെ അധ്യായത്തിലെ 16ാമത്തെ ശ്ലോകം. ആ ബ്രഹ്മഭുവനാൻ ലോകാ പുനരാവിർത്തിനോ അർജുന മാമുപേത്യതു കൗന്തേയ പുനർജന്മന വിദ്യതേ. ആ ബ്രഹ്മഭുവനാൻ ലോകാ പുനരാവിർത്തിനോ അർജുന മാമുപേത്യതു കൗന്തേയ പുനർജന്മന വിദ്യതേ. ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തിനോർജുന മാമുപേത്യാതു കൗന്ദേയ പുനർജന്മന വിദ്യതേ. ഹരിബോൾ. അപ്പോ സ്മിത മാതാജി ഒന്ന് റിസൈറ്റ് ചെയ്യും. വിവർത്തനല്ല പ്രഭു? അല്ല, ഒന്ന് ശ്ലോകം ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തിനോ അർജുന മാമുപേത്യാതു കൗന്ദേയ പുനർജന്മന വിദ്യതേ. ഹരേ കൃഷ്ണ. സന്ധ്യമാതാജി ഒന്ന് റിസൈറ്റ് ചെയ്യൂ, ശ്ലോകം ഒന്ന് പാടിക്കോളൂ. ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തിന അർജുന മാമുപേത്യാതു കൗന്ദേയ പുനർജന്മന വിദ്യതേ. ഹരിബോൾ. മംഗളമാതാജി എന്റെ വിവർത്തനം എന്ന് പറയും. हरे कृष्ण. വിവർത്തനം ദിവ്യപ്രജശ്രീ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി ശില പ്രഭുപാദ് ജയ. ഭൗതിക ലോകത്തിൽ സർവോന്നതമായ ഗ്രഹം, അതായത് ബ്രഹ്മലോകം മുതൽക്ക് ഏറ്റവും അധമമായുള്ളതുവരെ ഓരോന്നും ജനന മരണങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ദുരിതപൂർണമായ സ്ഥലങ്ങളാണ്. കുന്തിപുത്ര, എന്റെ പരമപദത്തിൽ എത്തിയവരാകട്ടെ പിന്നീട് ജന്മമെടുക്കേണ്ടി വരില്ല. ഹരേ കൃഷ്ണ. ഹരിബോൾ. From the highest planet in the material world down to the lowest, all are places of misery wherein repeated birth and death take place. But one who attains to my abode, O son of Kunti, never takes birth again. So, ഭഗവാൻ അർജുനോട് പറയുന്നത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്ലാനറ്റ് ഏതാണ്? ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്ലാനറ്റ് നമ്മുടെ വിത്തിൻ ദിസ് യൂണിവേഴ്സ് സത്യലോകം ബ്രഹ്മലോകം. സത്യലോകം അല്ലെങ്കിൽ ബ്രഹ്മലോകം. ഡൗൺ ടു ദ ലോവസ്റ്റ്. ലോവസ്റ്റ് ഏതാണ്? അതാണ്. ഓൾ ആർ പ്ലേസസ് ഓഫ് മിസറി വെയറിൻ റിപ്പീറ്റഡ് ബർത്ത് ആൻഡ് ഡെത്ത് ടേക്ക് പ്ലേസ്. എല്ലാം ക്ലേശങ്ങൾ നിറഞ്ഞിട്ടുള്ള പ്ലാനറ്റ്സ് ആണ്, എബോർഡ്സ് ആണ്. അവിടെ എല്ലാ സ്ഥലത്തും റിപ്പീറ്റഡ് ബർത്ത് ആൻഡ് ഡെത്ത്, അതായത് ജന്മം മൃത്യു ജരാവ്യാധി ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിഫറെന്റ് ടൈം സ്കെയിൽ ആയിരിക്കും. ഓക്കെ, ഡിഫറെന്റ് ടൈംസ് ഇവിടുത്തെ പോലെ ആയിരിക്കില്ല. കാരണം വെച്ചാൽ നമ്മളുടെ ഈ എർത്ത് പ്ലാനറ്റിൽ അതേ സിറ്റുവേഷൻ ആയിരിക്കില്ല മറ്റുള്ള പ്ലാനറ്റ്സിൽ. അപ്പൊ നമ്മളുടെ ഈ കൺസെപ്റ്റ് വെച്ച് നമുക്ക് അവിടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്വർഗലോകത്തിൽ ഇപ്പൊ നമ്മൾ ഇതിന്റെ മുമ്പത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചു, നല്ല പുണ്യങ്ങൾ ചെയ്താൽ നമ്മൾ എവിടെ പോകും? ഉപരിലോകങ്ങളില്.
ഉപരിലോകങ്ങളിൽ അവിടെ നമ്മൾ എങ്ങനെ ജനിക്കുന്നത്? ആനന്ദം അനുഭവിക്കാൻ. അതല്ല, ഉപരിലോകങ്ങളിൽ പറഞ്ഞാൽ ഭൗതിക തലത്തിലുള്ള ഉപരിലോകങ്ങളുണ്ട്, ആധ്യാത്മിക ലോകത്തല്ല. നല്ല പ്രവൃത്തി ചെയ്താൽ നമ്മൾ സ്വർഗലോകത്തിൽ പോകും അല്ലേ? ഹെവൻലി പ്ലാനറ്റ്സ്, ഇതൊക്കെ ഹെവൻലി പ്ലാനറ്റ്സ്. ഹയർ പ്ലാനറ്റ്സ് എല്ലാം ഹെവൻലി പ്ലാനറ്റ്സ് ആണ്. സൺ, മൂൺ, യുനോ, ഇതെല്ലാം ഇന്ദ്രലോകം, ഇതൊക്കെ ഹെവൻലി പ്ലാനറ്റ്സ് ആണ്. അപ്പൊ നമ്മൾ സ്വർഗം എന്ന് പറഞ്ഞാൽ പാതാള ലോകങ്ങളിലും നല്ല സ്ഥലങ്ങളുണ്ട്. അത് ബില്ലസ്വർഗം അല്ല, അത് ബില്ലസ്വർഗം എന്ന് പറയുന്നു. അത് നമ്മൾ എത്ര താഴ്ത്ത പോകുന്നു അത്രയും നമ്മൾ കൃഷ്ണൻ അകന്നു പോകുന്നു എന്നർത്ഥം. അത് മെറ്റീരിയൽ എൻജോയ്മെന്റ് കൂടുതലുള്ള സ്ഥലമാണ്. ഭൗതിക തലത്തിൽ കൂടുതൽ എൻജോയ് ചെയ്യാനുള്ള ആ ഒരു ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്. കാണിച്ചാൽ അവിടെ വേറൊന്നുമില്ല. കൃഷ്ണനെ എത്രത്തോളം നമ്മൾ ദൂരം പോകുന്നു, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇന്ത്യയിലാണ്, മകൻ അമേരിക്കയിലാണ്, ഒരാള് ദുബായിലാണ്. ആരാണ് ഏറ്റവും കൂടുതൽ ദൂരത്ത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്കാരൻ. വരണമെങ്കിൽ 2 ദിവസം പിടിക്കും. ദുബായിലത്തെ ആള് 3 മണിക്കൂർ, 3.5 മണിക്കൂർ, 4 മണിക്കൂർ ഇവിടെ എത്തും. അപ്പൊ എത്രത്തോളം ദൂരെ സഞ്ചരിക്കുന്നു അത്രത്തോളം അച്ഛൻ്റെയും അമ്മയുടെയും ദൂരത്ത് പോകണം. അതേപോലെ ഈ ഭൗതിക ലോകത്തില് പാതാളത്തില് അങ്ങനെ ആ സ്ഥലത്ത് പോകുമ്പോൾ അത്രത്തോളം നമ്മൾ ഭഗവാൻ അകന്നിരിക്കുകയാണ്, ഭഗവാന്റെ ഭക്തിയിൽ നിന്ന് അകന്നിരിക്കുകയാണ്. മുകളിലേക്ക് പോകും തോറും ഭഗവാന്റെ ഭക്തിയിലേക്ക് അടുക്കുന്നുണ്ട്. ഭഗവാനായിട്ടുള്ള ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതാണ് സുരന്മാരും അസുരന്മാരും തമ്മിലുള്ള വ്യത്യാസം. സുരന്മാർ പറഞ്ഞാൽ വിഷ്ണുവിനെ അക്സെപ്റ്റ് ചെയ്യുന്ന, സ്വീകരിക്കുന്നവരെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. അസുരന്മാർ വിഷ്ണുവിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ താഴേക്ക് പോകുന്നവരും നമ്മൾ ഭഗവാൻ അകന്ന്, പക്ഷെ അവിടെ ഭൗതിക സുഖങ്ങൾ കൂടുതൽ. അപ്പൊ എത്രത്തോളം നമ്മൾ അത് ഇൻ അതർ വേർഡ്സ് നമ്മൾ എത്രത്തോളം ഭൗതികമായിട്ട് ആസ്വദിക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം നമ്മൾ ഭഗവാനിൽ നിന്ന് അകന്നു നിൽക്കുന്നു. ഭഗവാനെ കീർത്തനം ചെയ്യാനോ സ്മരണം ചെയ്യാനോ അല്ലെങ്കിൽ ശ്രവണം ചെയ്യാനോ സമയമില്ല. നമ്മൾ കൂടുതൽ ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങളിൽ മുഴുകി നിൽക്കുകയാണെങ്കിൽ ഭഗവാന്റെ ഭജനയ്ക്ക് എവിടെ സമയം? അപ്പൊ അകലം മാത്രം പോരാ, അകലം മാത്രം കണക്കെടുത്താൽ പോരാ. നമ്മൾ എത്രത്തോളം കൂടുതൽ ഭൗതിക തലത്തിലുള്ള വിഷയങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു അത്രത്തോളം നമ്മൾ ഭഗവാനിൽ നിന്ന് അകറ്റുന്നു. ഇപ്പോ വൃന്ദാവനത്തിൽ നമ്മൾ പോകുന്നു അല്ലെ? വൃന്ദാവനത്തിൽ പോയിട്ട് ഇവിടുത്തെ കോൺഷ്യസ്നെസ് വെച്ച് എന്താ കാര്യം? വൃന്ദാവനത്തിൽ പോയിട്ട് വൃന്ദാവനത്തിൽ ഇരുന്നിട്ടും നമ്മള് വൃന്ദാവനത്തിലല്ല. നേരെ മറിച്ച് ഇവിടെ കേരളത്തില് നമ്മളുടെ അവനവന്റെ വീട്ടിലിരുന്നിട്ട് എപ്പോഴും ഭഗവാനെ സ്മരിക്കുന്നു, ശ്രവിക്കുന്നു, കീർത്തനം ചെയ്യുന്നു, അത് വൃന്ദാവനമായി. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ആ ബ്രഹ്മഭുവനാലോക പുനർ ആവർത്തിനു അർജുന മാം ഉപേത്യതു കൗന്ദേയ പുനർജന്മന വിദ്യത. മാം ഉപേത്യ പറഞ്ഞ എന്നെ ലഭിച്ചാൽ, അത് എന്നെ ലഭിക്കാൻ അവിടെ വൈകുണ്ഠത്തിൽ പോകണമെന്ന് നിർബന്ധമില്ല. ഇവിടെ തന്നെ ഭഗവാനെ നമുക്ക് ലഭിക്കാൻ പറ്റും. ഈ ഭൗതിക ലോകത്തിൽ ഇരുന്നിട്ടും നമുക്കൊരു ശുദ്ധ ഭക്തനാവാൻ പറ്റും. എവിടെ ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ, എവിടെ കീർത്തനം നടക്കുന്നുണ്ടോ, എവിടെ സത്സംഗം നടക്കുന്നുണ്ടോ, എവിടെ നമ്മുടെ അർച്ചവിഗ്രഹ സേവ നടക്കുന്നുണ്ടോ, അവിടെല്ലാം വൃന്ദാവനമാണ്. ശ്രീല പ്രഭുപാദ വൃന്ദാവനത്തിൽ നിന്ന് അമേരിക്കയിൽ പോയി. വൃന്ദാവനം തൻ്റെ ഹൃദയത്തിൽ കൊണ്ടുപോയി, അവിടെ എല്ലാവർക്കും കൊടുത്തു. അങ്ങനെയാണ് അവർക്ക് അതിനുള്ള ഒരു ടേസ്റ്റ്, രുചി കിട്ടിയത്. അപ്പോൾ പ്രഭുപാദ കൂടെ വൃന്ദാവനം കൊണ്ടുപോയി. ഫിസിക്കലല്ല, തൻ്റെ മനസ്സിലാണ്. അതൊക്കെ മനസ്സിൽ കൊണ്ടുപോയിട്ട് അവർക്ക് എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്കും ഇൻട്രസ്റ്റ് വന്നു, വൃന്ദാവനം കാണണം. അവർ വരാൻ തുടങ്ങി. ഓക്കെ, അവർ പ്യൂരിഫൈ ആവാൻ തുടങ്ങി. അപ്പൊ എവിടെ നമ്മൾ തീർത്ഥി കൂർവന്തി തീർത്ഥാനി എന്ന് പറയുന്നത്, തീർത്ഥി കൂർവന്തി തീർത്ഥാനി പറഞ്ഞാൽ അതായത് ഒരു ഡിവോട്ടി, ഒരു ഭക്തൻ എവിടെ പോകുന്നു അവിടെ എല്ലാം പിൽഗ്രിമേജ് ആവും, അവിടെ എല്ലാം തീർത്ഥസ്ഥാനമാവും. കാരണം അദ്ദേഹത്തിന്റെ ഹൃദയത്തില് ഈ തീർത്ഥസ്ഥാനം കൊണ്ടുപോകുന്നുണ്ട്. എവിടെയൊക്കെ അവിടെ പോകുന്നു അവിടെല്ലാം ഹരിനാമം പ്രചരിപ്പിക്കുന്നു, സത്സംഗം പ്രചരിപ്പിക്കുന്നു, ഈ ഭഗവത്ഗീത, ഭാഗവതം, രാമായണം, മഹാഭാരതം, വേദങ്ങൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അവിടെയും എന്തായി? പ്ലേസ് ഓഫ് പിൽഗ്രിമേജ് ആയി. ഇറ്റ്സ് നോട്ട് ഡിഫറെന്റ്. കാരണം സെയിം ആക്ടിവിറ്റിയാണ് നടക്കുന്നത്, സെയിം ആക്ടിവിറ്റിയാണ് നടക്കുന്നത്. ഉപരിലോകങ്ങളിലെ ഭക്തിയുത സേവനം നടക്കുന്നില്ലല്ലോ. അവിടെ ഉണ്ടല്ലോ, പിന്നെ തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ശ്ലോകത്തിൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നിട്ട് ഇവിടെ ചെയ്യണമെന്നല്ലേ പറയുന്നത്? അല്ലല്ല,
ഉപരി ലോകങ്ങളിലെ എല്ലാ ദേവന്മാരും ഭഗവാനെ സ്മരിക്കുന്നു. ബ്രഹ്മാവിന്റെ സദസ്സില് ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷൻ നടക്കുന്നു. ഗന്ധർവന്മാർ വരുന്നു, അവരെ എന്താ പറയാ, ഭഗവാനെ പുകഴ്ത്തി പറയുന്നു. അങ്ങനെയാണല്ലോ ഗന്ധർവന്മാരല്ലേ നാരദൻ ഉപകർണൻ എന്നുള്ള ഗന്ധർവനായിട്ടുള്ള സമയത്ത് ഭഗവാനെ പുകഴ്ത്തുന്നതിന് പകരം മറ്റുള്ള ആരൊക്കെ ദേവതമാരെയും മറ്റുള്ള അപ്സരസമാരെയൊക്കെ പുകഴ്ത്താൻ തുടങ്ങി. അപ്പോഴാണ് ബ്രഹ്മാവ് ശപിച്ചത്. എന്നിട്ടാണ് ഈ വേലക്കാരിയുടെ മകനായിട്ട് ജനിക്കേണ്ടി വന്നത്. അപ്പൊ അവിടെ ഉപവർണ്ണൻ ഉപവർണ്ണൻ ഉപഭർണൻ ഉപഭർണൻ. അപ്പൊ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ താഴെ പോകുന്നുള്ള ഒന്നുമില്ല, ആർക്കും ഇല്ല. എല്ലാവരും എത്തിസ്റ്റാണ്, അസുരന്മാരാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ, എസ്പെഷ്യലി നമ്മുടെ ഇവിടുന്ന് പ്രൊമോഷൻ കിട്ടി പോയി കഴിഞ്ഞാൽ, നമ്മളുടെ സമ്പാദ്യം കഴിഞ്ഞാൽ തിരിച്ച് വരണം. അവിടെ ജനിക്കുന്നില്ല. നമ്മളൊരു അച്ഛനും അമ്മയ്ക്ക് ജനിക്കല്ല ചെയ്യുന്നത്. ഇവിടെ നമ്മളൊരു അച്ഛനും അമ്മയ്ക്ക് ജനിക്കുന്നു, അല്ലേ? അവിടെ ഒരു അച്ഛനും അമ്മയ്ക്കും അവിടെ സ്വർഗലോകത്തിൽ ഇന്ദ്രന്റെ ലോകത്തിൽ പോയിട്ട് എനിക്ക് അച്ഛനും അമ്മയുണ്ടോ? ആ ജനമില്ല. ഇവിടുത്തെ നല്ല സുഹൃത്തി കൊണ്ട് നമ്മൾ നല്ല ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ് ചെയ്താൽ നമ്മൾ അവിടെ ചെല്ലുന്നു. അവിടെ എത്രയോ മടങ്ങ് കൂടുതൽ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നു. അപ്പൊ ഒരു ഭക്തനെ സംബന്ധിച്ചോളം അത് വേണോ അതോ ഭഗവാന്റെ ധാമിൽ പോകണോ? കാരണം അവിടെ എത്ര തന്നെ നമ്മൾ സന്തോഷിച്ചാലും ശരി, അതിന്റെ നമ്മുടെ പൈസ ക്രെഡിറ്റ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഈ ഭൂലോകത്തിൽ വരണം. അപ്പോ ദേവതമാരും കൂടിയിട്ട് ഇവിടെ വന്ന് ജനിക്കാൻ എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നത്? വളരെ സിമ്പിൾ മെത്തേഡാണ് ഇവിടുന്ന് ഭഗവത് പ്രാപ്തിക്ക്. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. അവിടെ കൂടുതൽ എൻജോയ്മെന്റ് ഉള്ളപ്പോ നമുക്ക് സകാമ ഭക്തിയാണ്. അവരെല്ലാം സകാമ ഭക്തന്മാരാണ്. പിന്നെ ടൈം സ്കെയിലിന്റെ ഡിഫറൻസ് ഒരുപാട് സമയം എടുക്കും. ഇവിടെ ഈസിയാണ്. എസ്പെഷ്യലി കലിയുഗത്തിൽ ഈ സമയത്ത് ചൈതന്യ മഹാപ്രഭു എന്താ പറയാ ഇവിടെ അവതരിച്ചിട്ടുള്ള ആ സമയത്ത്, ഈ യുഗത്തില്, ഈ കലിയുഗത്തില്, ബ്രഹ്മാവിന്റെ ഈ കൽപ്പത്തില് 28ാമത്തെ യുഗ സൈക്കിളില് 28ാമത്തെ 28ാമത്തെ അപ്പൊ അതിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യാണ്. എന്താണ് ഭാഗ്യം? ഈ പർട്ടിക്കുലർ യുഗ സൈക്കിൾ നമ്മളെല്ലാം വളരെ വളരെ ഈ സമയത്ത് മനുഷ്യജന്മം കിട്ടിയിട്ട് ഇവിടെ ജനിക്കാന്ന്. നമ്മൾ എന്തെങ്കിലും ജന്മത്തിലായിട്ട് കാര്യമില്ല. ഈ സമയത്ത് മനുഷ്യജന്മം കിട്ടിയിട്ട് ഇവിടെ ജനിക്കുക, ഭാരതഭൂമിയില് എർത്തിൽ ജനിക്കാൻ വലിയ ഭാഗ്യം. എന്താണ് കാരണം? ഹരേ കൃഷ്ണ പ്രഭുജി, ഇതൊന്ന് പറഞ്ഞു തരുമോ? ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഈ കൽപ്പത്തിൽ 28ാമത്തെ യുഗ സൈക്കിളിലാണ് കൃഷ്ണ ഭഗവാൻ ദ്വാപര യുഗത്തിൽ വരുന്നത്. അതേ യുഗ സൈക്കിളിലെ കലിയുഗത്തിലാണ് ചൈതന്യ മഹാപ്രഭു വരുന്നത്. അപ്പോ ചൈതന്യ മഹാപ്രഭു കൃഷ്ണൻ കൽപ്പത്തിൽ ഒരു പ്രാവശ്യം വരുള്ളൂ. ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം വരുള്ളൂ. ബാക്കിയുള്ള അവതാരങ്ങൾക്ക് മൾട്ടിപ്പിൾ ടൈംസ് വരുന്നു. പക്ഷെ ശ്രീകൃഷ്ണ ഭഗവാൻ, പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ, ദ സോഴ്സ്, ശ്രോതസ് വരുന്നതും ചൈതന്യ മഹാപ്രഭു അവതാരി, ശ്രീകൃഷ്ണ ഭഗവാനും അവതാരി. അവര് വരുന്നത് ബ്രഹ്മാവിന്റെ ദിവസത്തിൽ ഒരു പ്രാവശ്യം, കൽപ്പത്തിൽ ഒരു പ്രാവശ്യം. ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അതിൻ്റെത് 1000 ചതുർയുഗം ആണ്. 1000 ചതുർയുഗം എന്ന് പറഞ്ഞാൽ, ഒരു ചതുർയുഗം എന്ന് പറഞ്ഞാൽ 4,320,000 ഇയേഴ്സ് ആണ്. 4,320,000 ഇയേഴ്സ് ആണ് ഒരു ചതുർയുഗം അല്ലെങ്കിൽ ഒരു മഹായുഗം. അതിനെ മൾട്ടിപ്ലൈ ബൈ 1000 ആയാൽ 12 മണിക്കൂർ ബ്രഹ്മാവിന്റെ. ഓക്കെ, അതായത് അപ്പൊ എത്ര വരും? 4,320,000,000 ഇയേഴ്സ് ആവും. ഒരു തോന്നും കേട്ടോ, ഒന്നുകൂടി നോക്കണം എനിക്ക്. 4 ബില്യൺ, യെസ്, അതെ, 4,320,000,000 ഇയേഴ്സ്. ബ്രഹ്മാവിന്റെ 100 വർഷം എന്ന് പറയുന്നത് എത്രയത്? 31,40,000,000,000 ഇയേഴ്സ് ഒറ്റ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഭാഗ്യവാന്മാരാന്ന് പറയുന്നത്. അതായത് നമ്മള് ഭഗവാൻ, പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനും ചൈതന്യ മഹാപ്രഭുവും അവതരിച്ചിട്ടുള്ള അതേ യുഗ സൈക്കിളിൽ നമ്മൾ മനുഷ്യരായിട്ട് ജനിച്ചു.
ഇത് എല്ലാവർക്കും ഭാഗ്യം. ഈവൻ ദേവന്മാരും അതുകൊണ്ടാണ് ഇവിടെ ഈ സമയത്ത് വന്ന് ജനിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം വെച്ചാൽ അത്രയും ഈസി ആയിട്ടുള്ള വളരെ സരളമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിന് ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. നാമസങ്കീർത്തനം കൊണ്ട് മാത്രം, അതും ഡയറക്ട്ലി ചൈതന്യ മഹാപ്രഭു സ്വയം കൃഷ്ണൻ നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞു. ഇതൊന്നും ഒരു സമ്പ്രദായത്തിലും വേറെ ആരും പറഞ്ഞു കൊടുക്കാത്ത ഒരു വളരെ ഈസി മെത്തേഡാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അല്ലേ? ചൈതന്യ മഹാപ്രഭു സ്വയം തന്നെ ഇത് ജപിച്ചാൽ മതി നമ്മുടെ പ്യൂരിഫിക്കേഷൻ. മറ്റുള്ള സമ്പ്രദായത്തിൽ നിന്ന് ഉണ്ട്, ഹരേ രാമ മഹാമന്ത്രം ഉണ്ട്, അതൊരു വേദിക് മന്ത്രമായിട്ടാണ് കാണുന്നത്. പക്ഷെ ഇത് വേദിക് മന്ത്രം ആണെങ്കിലും കൂട്ടിയിട്ട് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം, ഹരേ രാമ മഹാമന്ത്രം ഇത് പല ഗ്രന്ഥങ്ങളിലും തന്നിട്ടുണ്ട്. ചില സ്ഥലത്ത് ഹരേ രാമ 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 ഹരേ ഹരേ, ചിലതിൽ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കലിസന്ധരണ ഉപനിഷത്തില് ഹരേ കൃഷ്ണ എന്നിട്ട് തുടങ്ങിയത്. അപ്പോൾ ഈ കലികാലത്തിലെ പ്രഭാവത്തിൽ നിന്ന് നമുക്ക് മറികടക്കാൻ പറ്റുന്ന ഏറ്റവും ഉതകുന്ന മന്ത്രമാണ് ഹരേ കൃഷ്ണ മന്ത്രം. ഇതിന് നിയമങ്ങളില്ല, യാതൊരു യമനിയമങ്ങളും അനുസരിക്കാതെ എപ്പോഴും എവിടെയും ആർക്കും ചൊല്ലാമെന്നല്ല. വേദമന്ത്രങ്ങൾ ചൊല്ലാൻ യോഗ്യത വേണം, ക്വാളിഫിക്കേഷൻ വേണം, എല്ലാവർക്കും ചൊല്ലാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ യുഗം, എസ്പെഷ്യലി നമ്മള് ഈ യുഗ സൈക്കിളിന്റെ, അതായത് ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തെ ആ 1000 യുഗ സൈക്കിൾ അല്ലേ? 2024 മണിക്കൂർ. അപ്പൊ 28ാമത്തെ മന്വന്തരാട്ടോ യുഗ സൈക്കിളിലാണ്. 28ാമത്തെ മന്വന്തരാണ്, സോറി 28th മന്വന്തര. അപ്പൊ ഇത് ഒരു ദിവസം 14 മനുക്കളാണ്. സോറി, ഒരു ദിവസം 14 മനുക്കളാണ് അല്ലേ? ആ 7 കഴിഞ്ഞു. അപ്പോ 7 മനു പറഞ്ഞാൽ 71 മന്വന്തരങ്ങളാണ് ഒരു ഡേ. 14 മനുവാണ്. ഒരു മനുവിന്റെ 71 യുഗ സൈക്കിൾ, സോറി എല്ലാം കൂടി കൺഫ്യൂഷൻ ആയി. 71 യുഗ സൈക്കിള് ഒരു മനു. 14 മനുക്കളാണ് ഒരു ദിവസം ബ്രഹ്മാവിന്റെ അവതരിക്കുന്നത്. ഒരു മനുവിന്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ 71 യുഗ സൈക്കിൾ, മഹായുഗം അല്ലെങ്കിൽ ചതുർയുഗം. ആ 71 യുഗ സൈക്കിളിലെ 28ാമത്തെ യുഗ സൈക്കിളിലാണ് നമ്മളിപ്പോ. ക്ലിയർ ആയോ? ഞാനൊന്നും കൺഫ്യൂഷനായി. ഒരു ദിവസത്തില് ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിലെ 14 മനുക്കള്, അതായത് 14 മന്വന്തരം. ആ 14 മന്വന്തരം, ഓരോ മന്വന്തരം 71 യുഗ സൈക്കിളാണ്. അപ്പോ ഈ മന്വന്തരത്തിലെ 28ാമത്തെ യുഗ സൈക്കിളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആയോ? ഹരേ കൃഷ്ണ പ്രഭു ഒന്നുകൂടി ഒന്ന് പറഞ്ഞു. ഹരേ കൃഷ്ണ പ്രഭു ഒന്നുകൂടി. ഹരേ കൃഷ്ണ. അതായത് ഒരു ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ എടുത്താൽ മതി, ഡേ ടൈം മാത്രം. ഓക്കെ, അതായത് 1000 യുഗ സൈക്കിൾ ആണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം. 1000 യുഗ സൈക്കിൾ. ഞാൻ പറഞ്ഞു കേട്ടപ്പോ? കേട്ടു പ്രഭുജി. 4 യുഗങ്ങള് 1000 പ്രാവശ്യം വരുന്നു. അതാണ് ബ്രഹ്മാവിന്റെ ഒരു ഡേ. 12 മണിക്കൂർ കേട്ടോ. 24 മണിക്കൂറിന്റെ കാര്യമല്ല പറയുന്നത്, 12 മണിക്കൂർ. അപ്പൊ 14 മനുക്കളാണ് ഒരു ദിവസത്തില് ഉള്ളത്, അവതരിക്കുന്നത്. 14 മന്വന്തരം. ഓരോ മന്വന്തരത്തിന്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ 71 യുഗ സൈക്കിളാണ്. ഇപ്പൊ നടക്കുന്നത് 28ാമത്തെ യുഗ സൈക്കിളാണ്. ആ 28ാമത്തെ യുഗ സൈക്കിളിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. ആ സമയത്താണ് ഭഗവാൻ കൃഷ്ണനും ചൈതന്യ മഹാപ്രഭുവും അപ്പിയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ഭാഗ്യവന്മാരാന്ന് പറയുന്നത്.
ഹരേ കൃഷ്ണ പ്രഭുജി, പിന്നെ കേട്ടില്ലേ? ഒരു ദിവസത്തില് 14 മനുക്കൾ ഉണ്ടാവുന്നു. അതില് ഒരു മനുവിന്റെ ദീർഘാണ് പറയണത് 71 യുഗ സൈക്കിൾ എന്ന് പറയുന്നത്. അതെ, 71 യുഗ സൈക്കിൾ, 1 റൂളിംഗ് പീരിയഡ് ഓഫ് മനു. കേൾക്കുന്നില്ലേ? അപ്പൊ ഇപ്പൊ വിവസ്വാന്റെ ഇതല്ലേ വിവസ്വാൻ? വൈവസ്വത മനു, വൈവസ്വത മനു. അപ്പൊ 28-ാമത്തെ എന്ന് പറയുന്നത് എന്താ? യുഗ സൈക്കിൾ. ഈ വൈവസ്വത മനു 72 യുഗ സൈക്കിളാണ് ഭരിക്കുന്നത്. അതിൽ 28 ഓക്കെ. പ്രഭുജി, യുഗ സൈക്കിളിൽ തന്നെയാണോ മന്വന്തരം എന്ന് പറയുന്നത്? അല്ല, ഒരു മന്വന്തരത്തിന്റെ പീരിയഡ്, ഒരു മനുവിന്റെ രാജ്യഭരണത്തിന്റെ ആ കാല അളവാണ് 71 യുഗ സൈക്കിൾ. ഓക്കെ. അപ്പൊ അതില് 28-ാമത്തെ യുഗ സൈക്കിൾ ആയിട്ടുള്ളൂ. ഇനിയും ഈ വൈവസ്വത മനുവിന്റെ കംപ്ലീറ്റ് റൂളിംഗ് പീരീഡ് കഴിയണമെങ്കിൽ ബാക്കി 71-ലെ 28 കഴിഞ്ഞാൽ എത്ര ബാക്കി അത്രയും വേണം. എന്നിട്ടേ മനു ചേഞ്ച് ആവുള്ളൂ. അപ്പൊ മനു എന്ന് പറയുന്നത് അത് മനുഷ്യജാതിനെ പറക്കണതല്ലേ? മനുവിൽ നിന്ന് മനു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവിടുന്ന് വരുന്നത്. ആദ്യത്തെ മനുവാണ് സ്വയംഭൂ മനു. സ്വയംഭൂ എന്നുവെച്ചാൽ ബ്രഹ്മാവിൽ നിന്ന് സ്വയമായിട്ട് ഉത്ഭവിച്ചത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ പേരുണ്ട്. ഇപ്പോഴത്തത് വിവസ്വാൻ, അതിനു മുമ്പ് ചക്ഷുഷ. അപ്പൊ 14 മനുക്കളുടെയും പേര് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പെർട്ടിക്കുലർ കൽപ്പത്തിലെ 14 മനുക്കളുടെ പേര് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹരേ കൃഷ്ണ പ്രഭുജി, അപ്പൊ പ്രഭുജി നേരത്തെ പറഞ്ഞത് ഈ കൽപ്പത്തിൽ 28-ാമത്തെ യുഗ സൈക്കിൾ ദ്വാപര യുഗത്തിൽ കൃഷ്ണനായും പിന്നെ കലിയുഗത്തിൽ മഹാപ്രഭുവായും എടുത്തു എന്നുള്ളത് അല്ലെ? അപ്പൊ അവിടെ യുഗ സൈക്കിൾ അതെ, ഇനി അടുത്ത ഇതിലേ വരുള്ളൂ, അടുത്ത കൽപ്പത്തിലേ വരുള്ളൂ. ഓക്കെ. അതെ, അടുത്ത കൽപ്പത്തിൽ ഇതേപോലെ 28-ാമത്തെ യുഗ സൈക്കിളിൽ തന്നെ ആയിരിക്കും അല്ലെ? ആയിരിക്കും. ഇതിപ്പോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, അടുത്ത യുഗത്തിലെ വരും. അപ്പൊ ഒരു കൽപ്പത്തിൽ ഒരു തവണ വരുള്ളൂ. അതാണ് പ്രധാനപ്പെട്ട കാരണം. അതായത് സ്വയം ഭഗവാന്റെ കാര്യം പറയണം. മറ്റേ അവതാരങ്ങൾ ഇഷ്ടം പോലെ വരും, അനന്തമായിട്ടുള്ള അവതാരങ്ങളുണ്ട്. യുഗത്തിലൊന്നും കൃഷ്ണ അവതരിക്കില്ല. അടുത്ത ചതുർയുഗത്തില് കൃഷ്ണ ഭഗവാൻ സ്വയം അവതരിക്കില്ല. ചൈതന്യ മഹാപ്രഭു ഇല്ല. ഞാൻ പറഞ്ഞല്ലേ, ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിലെ ഒരു പ്രാവശ്യം അവർ അവതരിക്കുന്നുള്ളൂ. പിന്നെ അടുത്ത ദിവസം, അതായത് അടുത്ത കൽപ്പം, ആ ഒരു ദിവസത്തിന്റെ ദൈർഘ്യമാണ് 1000 യുഗ സൈക്കിൾ, 4,320,000,000 years. എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ അതാണ് എൻ്റെ ഡെഫിനിഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിലിപ്പോൾ ഞാൻ ക്ലാസ് വെക്കുകയാണ്, ഡെയിലി വരികയാണ്. ഓക്കെ, ഡെയിലി വരുന്ന അതേപോലെ ഭഗവാൻ ഡെയിലി വരുന്നു. അല്ല, ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം വരികയാണെങ്കിലോ ഡെയിലി വരാൻ പറ്റും. അതേപോലെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ വരവ് ബ്രഹ്മാവിന്റെ ഇതിൽ നോക്കുമ്പോൾ ദിവസത്തിൽ ഒരു പ്രാവശ്യമാണ് വരുന്നത് ഭഗവാൻ. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം 4,320,000,000 years ഒരു പ്രാവശ്യം വരുന്നുള്ളൂ. ആ ടൈം സ്കെയിം ഡിഫറൻസ് ആണ്. പറഞ്ഞു മനസ്സിലായില്ലേ? അതായത് ബ്രഹ്മാവിനെ ഡെയിലി കാണാൻ പറ്റും. രാത്രിയും പകലും കൂടിയിട്ടല്ലേ പ്രഭു കണക്കൂട്ട്? രാത്രി നമ്മൾ ഉറങ്ങല്ലേ, രാത്രി വരുന്നില്ല, രാത്രി എല്ലാം നിശ്ചലമായിട്ടിരിക്കല്ലേ. അപ്പൊ അത് കണക്കാക്കണ്ട. 24 hours കണക്കെടുക്കുമ്പോൾ രാത്രിയും കൂടി എടുക്കണം. അപ്പൊ 2000 ആക്കണം. 1000-നെ 2000 ആക്കണം. 1000 യുഗ സൈക്കിളിന് 2000 യുഗ സൈക്കിള് വയസ്സ് നോക്കുമ്പോൾ. പിന്നെ അതുമല്ല, ഇപ്പോൾ നിങ്ങൾ ഡെയിലി ഇപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ് വരുമ്പോൾ നിങ്ങൾ ഡെയിലി വരികയാണ്, അപ്പോൾ ഡെയിലി നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ മാസത്തിലൊരിക്കൽ വരിക അല്ലെങ്കിൽ കൊല്ലത്തിലൊരിക്കൽ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് വലിയൊരു ലൈഫ് ഇതാണ് ഡ്യൂറേഷൻ. പക്ഷെ ബ്രഹ്മാവിനെ സംബന്ധിച്ചോളം ബ്രഹ്മാവിന് യാതൊന്നുമില്ല, ഡെയിലി ഭഗവാനെ കാണാണ്. ഭഗവാനെ ഡെയിലി ബ്രഹ്മാവ് കാണുന്നു. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ആ ടൈം സ്കെയിലിന്റെ ഡിഫറൻസ് കാരണം നമുക്ക് അത് വലിയൊരു പീരീഡായി. നമ്മളതിൽ
എത്ര ബില്യൺ ടൈംസ് ജനിക്കുന്നു നമുക്ക് തന്നെ അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഭഗവാൻ രണ്ടുപേരും ചൈതന്യ മഹാപ്രഭുവും ശ്രീകൃഷ്ണ ഭഗവാനും വന്ന അതേ സമയത്ത് തന്നെ നമ്മള് മനുഷ്യ ജോലിയിൽ ജീവിച്ചിരിക്കുന്നു. അതാണ് നമ്മുടെ ഭാഗ്യം. അപ്പൊ അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു അവതരിച്ചതിന് ശേഷമുള്ള 10,000 വർഷം ഗോൾഡൻ പീരിയഡ് എന്ന് പറയുന്നത്, ഗോൾഡൻ എറ, സുവർണകാലം. കാരണം എന്താണ്? അത് കഴിഞ്ഞാൽ കലിയുഗം അത്രയും അധപതിക്കും. ഒരാളും മനുഷ്യനെ പിടിച്ച് തിന്നുന്ന സമയം വരും കലിയുഗത്തിന്റെ അവസാനത്തിലേക്ക്. നമ്മളുടെ ഹൈറ്റൊക്കെ ഏകദേശം ഒരു 2 ഫീറ്റ് ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ഹൈറ്റ്, മനുഷ്യരുടെ ഹൈറ്റ്. ധാന്യങ്ങൾ ഉണ്ടായിരിക്കില്ല, ഡ്രോട്ടായിരിക്കും, മഴ ഉണ്ടായിരിക്കില്ല, വരൾച്ചയായിരിക്കും. അതുകൊണ്ട് നമുക്ക് ധാന്യങ്ങൾ കിട്ടില്ല, പച്ചക്കറി കിട്ടില്ല. ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മനുഷ്യരനെ ഒന്ന് ജീവിക്കുന്ന ഒരു സമയം വരും കലിയുഗത്തിന്റെ അവസാനത്തിലേക്ക്. വരൾച്ച ഇപ്പൊ നമ്മളിപ്പോ ഉണ്ടായിട്ട് സഹാറ ഡിസേർട്ടിൽ കൊണ്ടേ ഇടുക, എന്തായിരിക്കും സ്ഥിതി? നമ്മൾ എന്താ കിട്ടിച്ചാൽ അത് കഴിക്കും. പ്രസാദം തരണം എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ പറ്റുമോ? അതാണ് സംഗതി. അങ്ങനത്തെ സമയം വരുന്ന പറഞ്ഞത്. സഹാറ ഡിസേർട്ട്, വാസ്റ്റ് ആയിട്ടുള്ള സഹാറ ഡിസേർട്ടിൽ എവിടെയും നമുക്ക് വീടും വെള്ളമൊന്നും കാണുന്നില്ല. എന്തെങ്കിലും ഒരു ജീവി വരികയാണെങ്കിൽ അതിനെ പിടിച്ചിട്ട് എങ്ങനെയും നമ്മൾ കൊന്നു കഴിക്കാം. കാരണം മനുഷ്യന് വിശപ്പ് അടക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒന്നും നോക്കില്ല. അപ്പൊ അവിടെ യാതൊരു ധർമ്മവും ഇല്ല, എറ്റിക്കേറ്റ്സും ഇല്ല, ഒന്നുമില്ല. എന്ത് വേണം ചെയ്യും. അപ്പൊ അത് മനുഷ്യരാൽ ഉണ്ടാക്കി എടുത്തുള്ള ഒരു സാഹചര്യമായിരിക്കും. നമ്മള് അതായത് പ്രകൃതിയെ എക്സ്പ്ലോയിറ്റ് ചെയ്ത്, പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മളാൽ തന്നെ നിർമ്മിക്കപ്പെട്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കും ആ സമയം. അതിന് ഭഗവാൻ കാരണക്കാരനല്ല. അപ്പൊ അതുകൊണ്ട് എന്താ നമ്മുടെ ശ്ലോകം? ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തന അർജുന മാമുപേത്തിയത് കൗന്ദേയ പുനർജന്മന വിദ്യത. നമ്മൾ തിരിച്ച് ഭഗവത്ധാമിൽ പോയാൽ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. നത് ഭാഷയതേ സൂര്യോ ന ശശാങ്കോ ന പാവക യത് ഗത്വാന നിവർത്തന്തെ തദ്ധാമ പരമമ. ഓക്കെ, അതായത് പ്രാവശ്യം ഭഗവാൻ പറയുന്നത് എൻ്റെ ധാമിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് ഈ മർത്യലോകത്തിലേക്ക് വരേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. പ്രഭു നെറ്റ് അതെ കുറച്ചു നേരം കുഴപ്പമില്ല. അപ്പൊ അതൊന്നും റെക്കോർഡിങ് കണ്ടാൽ മതി. അപ്പൊ നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിലേക്ക് പോവാം. ഹരികൃഷ്ണ പ്രഭുജി, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ? ഹരികൃഷ്ണ പ്രഭുജി, പറയൂ കേൾക്കുന്നുണ്ട്. ഇപ്പൊ അടുത്ത ശ്ലോകത്തിന്റെ മുന്നുള്ള ശ്ലോകത്തിലെ ഒരു ഉപരിലോകത്തിനെ കുറിച്ച് പ്രഭുജി പറഞ്ഞല്ലോ തുടക്കത്തിൽ ഇങ്ങനെ. അപ്പൊ പ്രഭുജി പറഞ്ഞു അത് ഭൗതിക ലോകത്തിലെ ഉപരിലോകമാണ് എന്ന് പറഞ്ഞു. അതെ, സ്വർഗലോകമല്ല. അതെ. ഈ മെറ്റീരിയൽ ഈ പ്രപഞ്ചത്തിലുള്ള ഉപരിലോകങ്ങൾ, അതായത് 17-14 ലോകത്തിലെ നമ്മൾ ഭൂഭർ സ്വർഗ, പിന്നെ ജന, തപ, മഹർ, പിന്നെ ബ്രഹ്മലോകം, ഇതെല്ലാം. അപ്പൊ ഈ സ്വർഗലോകങ്ങൾ ഒരുപാടുണ്ട്. ഇന്ദ്രലോകം, ചന്ദ്രലോകം, സൂര്യലോകം, ഇതൊക്കെ ഹെവൻലി പ്ലാനറ്റ്സ് ആണ്. ഇവിടെയൊക്കെ കൂടുതൽ ആസ്വാദനം, ആ ഫെസിലിറ്റീസ് കൂടുതലുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊന്നും വൈകുണ്ഠ ലോകങ്ങളല്ല. അപ്പൊ അവിടെ ചെന്നാൽ നമ്മൾ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞപ്പോ മാതാജി ഒരു കമ്പനിയിൽ വലിയൊരു പൊസിഷനിൽ വർക്ക് ചെയ്യുക, മാനേജിംഗ് ഡയറക്ടറാണ്. അപ്പൊ മാതാജിക്ക് കൊല്ലത്തില് ഒരു $50,000 കമ്പനി തരാം, പോയി ലീഷർട്ട്, ഓക്കെ, ഗോ ടു അമേരിക്ക, എൻജോയ് ആൻഡ് കം. 15 ദിവസം ലീവും തന്നു, $50,000 തന്നു. അമേരിക്കയിൽ പോയിട്ട് അടിച്ച് പൊളിച്ച് 5-star ഹോട്ടലും എല്ലാം സ്ഥലത്തും പോയി കറങ്ങി $50,000 കഴിഞ്ഞു. 15 ദിവസം കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ എന്താ ചെയ്യാ? തിരിച്ചു വരണ്ടേ? അതേപോലെ നമ്മൾ സ്വർഗലോകത്തിൽ പോയി അടിച്ചു പൊളിച്ച് നമ്മളുടെ ആ പൈസ ഒക്കെ കഴിഞ്ഞാൽ $50,000 കഴിഞ്ഞാൽ തിരിച്ചും വീണ്ടും ഭൂമിയിൽ വരിക, വീണ്ടും ആദ്യം മുതൽക്ക് പണിയെടുക്കാൻ തുടങ്ങുക. അപ്പൊ അതൊരു വാട്ട് യു കോൾ ഹോളിഡേ സ്പോട്ടാണ്. നമ്മള് കുറെ കാലം, ഒരു കൊല്ലത്തില് കുറെ ജോലി ചെയ്തു, ഒരു മാസം ലീവ് കിട്ടിയാൽ നമ്മൾ ഈ ഹോളിഡേസിന് പോവില്ലേ, ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മളുടെ ഇത് കഴിഞ്ഞാൽ, നമ്മൾ അത്ര പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജീവിതം കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചിട്ട് ഉപരിലോകത്തിലെ കൂടുതൽ
ഫെസിലിറ്റീസ് അല്ല, കൂടുതൽ സെൻസ് എൻജോയ്മെന്റ് ഉള്ള ഒരു ഫെസിലിറ്റി ഭഗവാൻ തന്നെ തരികയാണ്. അപ്പോൾ നമ്മളുടെ ആ പൈസയും ക്രെഡിറ്റും കഴിഞ്ഞാൽ, പുണ്യം കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും ക്ഷീണേ മർത്യലോകം വിശന്തി അല്ലേ? ക്ഷീണേ പുണ്യം മർത്യലോകം വിശന്തി. അപ്പൊ അങ്ങനെ നമ്മൾ തിരിച്ച് ഭൗതികലോകത്തിലേക്ക് വരും. അപ്പൊ അതിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ. അപ്പോൾ അടുത്തത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, അധ്യായം 3, 18-ാമത്തെ ശ്ലോകം. നൈവ തസ്യ കൃതേനാർത്ഥോ നൈവ തസ്യ കൃതേനാർത്ഥോ നാകൃതേനേഹ കശ്ചന നാകൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു ന ചാസ്യ സർവഭൂതേഷു കശ്ചിത് അർത്ഥാവ്യപാശ്രയഃ കശ്ചിദർത്ഥാവ്യപാശ്രയ നൈവ തസ്യ കൃതേനാർത്ഥോ നാകൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥാവ്യപാശ്രയഃ. ഓക്കെ, ശ്യാമള മാതാജി വായിക്കും. ഇവിടെ കറണ്ട് പോയിട്ട് കാണാന്നില്ല. എന്താണ്? കറണ്ട് പോയി. കറണ്ട് പോയോ അവിടെ? ബെഡ്റൂം നാശായി. ഒരു മിനിറ്റ്, ഞാൻ പുറത്തേക്ക് ഇറങ്ങട്ടെ. ഓക്കെ, അപ്പോഴേക്കും സന്ധ്യ മാതാജി വായിക്കുന്നു. നൈവ തസ്യ കൃതേനാർത്ഥോ നാകൃതേനേഹ ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയ. ഹരേ കൃഷ്ണ. ഇനി മംഗളമാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നൈവ തസ്യ കൃതേനാർത്ഥോ ന കൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയഃ. ഹരേ കൃഷ്ണ. ശ്യാമള മാതാജി. ഹരേ കൃഷ്ണ. നൈവ തസ്യ കൃതേനാർത്ഥോ നാകൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയഃ. ഹരേ കൃഷ്ണ. സ്മിത മാതാജി. ഹരേ കൃഷ്ണ. നൈവ തസ്യ കൃതേനാർത്ഥോ നാകൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയഃ. ഓക്കെ, വിവർത്തനം മംഗളമാതാജി വായിക്കും. ഹരേ കൃഷ്ണ. വിവർത്തനം ദിവ്യപൂജ്യ ശ്രീമദ് ഭക്തിവേദാന്ത സ്വാമി പ്രഭാത്. ആത്മസാക്ഷാത്കാരം ലഭിച്ചവന് തനിക്ക് വിധിക്കപ്പെട്ട കർത്തവ്യം നിറവേറ്റുന്നത് കൊണ്ട് നേടാനായിട്ട് ഒന്നുമില്ല. അത് ചെയ്യാതിരിക്കാൻ ഒരു കാരണവും ഇല്ല. അവന് മറ്റൊരു ജീവിയെയും ആശ്രയിക്കേണ്ടതുമില്ല. ഹരേ കൃഷ്ണ. Very good. A self-realized man has no purpose to fulfill in the discharge of prescribed duties, nor has he any reason not to perform such work, nor has he any need to depend on any other living being. ഇതൊരു കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഇതാണ്. സെൽഫ് റിയലൈസ് മാൻ എന്ന് പറഞ്ഞ ആരാണ്? എന്താണ് മനസ്സിലാക്കിയത്? ഒരു ശുദ്ധഭക്തൻ, ആത്മസാക്ഷാത്കാരം നേടിയ ഒരു ശുദ്ധഭക്തൻ. അദ്ദേഹത്തിന് ഒരു ദൗത്യമില്ല. അതായത് നമുക്കൊക്കെ നമ്മൾ റെഗുലേറ്റഡ് ലൈഫാണ്, നമ്മളെല്ലാം പ്രാക്ടീസിങ് ഡിവോട്ടീസ്. നമുക്ക് നമ്മുടെ പതിധർമ്മമുണ്ട്, പത്നിധർമ്മമുണ്ട്, രാജധർമ്മമുണ്ട്, കുലധർമ്മമുണ്ട്, അങ്ങനെ ഒരുപാട് ധർമ്മങ്ങളുണ്ട്, സാമാന്യ ധർമ്മങ്ങളുണ്ട്. ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഒരു പൗരന്റെ ധർമ്മമുണ്ട്, സൊസൈറ്റി ജീവിക്കുന്നത്. പക്ഷെ ഇങ്ങനത്തെ ഒരു ഡിവോട്ടിക്ക് യാതൊരു ധർമ്മവുമില്ല. അതുകൊണ്ട് നോർ ആസ് എനി റീസൺ നോട്ട് ടു പെർഫോം സച്ച് വർക്ക്. എങ്കിലും അദ്ദേഹം ആ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നില്ല, അതൊന്നും ഒളിച്ചോടുന്നില്ല. ചെയ്താലും കുഴപ്പമില്ല, ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ എങ്കിലും കൂടിയിട്ട് ഇതൊക്കെ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. എങ്കിലും അദ്ദേഹം അത് ചെയ്യുന്നു. ഭഗവാൻ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഈ കർമ്മങ്ങളിൽ നിന്നെല്ലാം ഉപരി തലത്തിൽ നിൽക്കുന്ന ആളാണ്, എനിക്ക് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ എങ്കിലും അദ്ദേഹം സാധാരണ വ്യക്തി പോലെ കർമ്മം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണപ്പെടുന്നു, ഇല്ലേ? ഭഗവാൻ കൃഷ്ണനും
നമ്മൾ ചെയ്യുന്ന പോലെ സാമാന്യ ധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നോട്ട് ആസ് എനി റീസൺ നോട്ട് ടു പെർഫോം സച്ച് വർക്ക്. അങ്ങനെ ചെയ്യാതിരിക്കാൻ ഒരു കാരണമില്ല. അതാണ് അദ്ദേഹം ചെയ്യുന്നു. നോർ ആസ് എനി നീഡ് ടു ഡിപ്പെൻഡ് ഓൺ എനി അതർ ലിവിങ്. അപ്പോൾ അങ്ങനത്തെ ഒരു ശുദ്ധ ഭക്തൻ വേറെ ആൾക്കാരെ അല്ലെങ്കിൽ വേറൊരു വസ്തുവിനെ ആശ്രയിച്ചിട്ടല്ല. അവരുടെ പൂർണ്ണമായിട്ടുള്ള ആശ്രയം ഭഗവാൻ മാത്രമാണ്. ആരും കംപ്ലൈന്റ് ഇല്ല, എന്തുകൊണ്ട് അത് ചെയ്തില്ല, എന്തുകൊണ്ട് ഇത് ചെയ്തില്ല. നമ്മളോട് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും, എന്തുകൊണ്ട് ആ ദൗത്യം ചെയ്തില്ല, ഈ ദൗത്യം ചെയ്തില്ല. പക്ഷെ ഭഗവാനോടോ അല്ലെങ്കിൽ ശുദ്ധ ഭക്തന്മാരോടോ ചോദ്യം വരില്ല, അതിന്റെ ആവശ്യം വരുന്നില്ല. അവരെ ഒരാളെയും ആശ്രയിക്കുന്നില്ല, ഒരു വസ്തുവിനെയും ഒരു പരിസ്ഥിതിയും ആശ്രയിക്കുന്നില്ല. നേരെ മറിച്ച് പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുന്നുള്ളൂ. ഭഗവാനെ സമർപ്പണം ചെയ്ത ഭക്തന്മാർക്ക് വേറെ ഒരാളോടും ഉത്തരവാദിത്തമില്ല. ഒരാളോടും ഉത്തരവാദിത്തമില്ല. ശ്രീമദ് ഭാഗവതം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അവർക്ക് യാതൊരു ഒബ്ലിഗേഷൻസും ഇല്ല ഒരു ശുദ്ധ ഭക്തന്. ഇപ്പൊ നമ്മള് ഇപ്പൊ ഗൃഹസ്ഥാശ്രമത്തില് ഇപ്പൊ ഞാൻ അച്ഛനാണെങ്കിൽ എൻ്റെ മക്കളോട് എനിക്ക് ചില കടപ്പാടുകളുണ്ട്, ചില ധർമ്മം ചെയ്യാനുണ്ട്. ഓക്കെ, അവരെ നേരെ വഴിക്ക് കൃഷ്ണാവബത്തിലേക്ക് വളർത്തിക്കൊണ്ടിരുന്നത് എൻ്റെ ഡ്യൂട്ടിയാണ്, കടമയാണ്. ഭാര്യയോട് ചില പുലർത്താണ്. അതുപോലെ ഭാര്യയ്ക്ക് ഭർത്താവിനോടും, മക്കൾക്ക് അച്ഛനമ്മമാരോടും, അച്ഛനമ്മമാർക്ക് മക്കളോടും, ഈ ഇവിടെ പൗരന്മാർക്ക് ഗവൺമെന്റിനോടും, ഇവരെല്ലാവരോടും കടപ്പാടുണ്ട്. എല്ലാം ഡിപ്പെൻഡിങ് ഓൺ വൺ ഓർ അനദർ. ഓരോരുത്തരെ ആശ്രയിച്ചാണ്. നമുക്ക് മറ്റുള്ള മൃഗങ്ങളെ ആശ്രയിച്ച് ജീവിക്കണം, അവരോട് കടപ്പാടുണ്ട്, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ഋഷിവര്യന്മാരോട് കടപ്പാടുണ്ട്, നമ്മളുടെ ബന്ധുക്കളോട് കടപ്പാടുണ്ട്, പിതൃക്കളോട് കടപ്പാടുണ്ട്, ദേവി ദേവതമാരോട് കടപ്പാടുണ്ട്, അല്ലേ? പക്ഷെ ഇവിടെ സെൽഫ് റിയലൈസ്മെന്റ് ആരോടും കടപ്പാടില്ല. കാര്യം മനസ്സിലായോ? എന്റെ ക്ലാരിറ്റി കിട്ടുമോ? അപ്പൊ എന്താണ് കാരണം എന്ന്? അതോ ഡൗട്ട് ഉണ്ടോ? അവർക്ക് ഒരു ഒബ്ലിഗേഷനും ഇല്ല. സാക്ഷാത്കാരം ലഭിച്ച അങ്ങനെയുള്ള ആൾക്കാരനല്ലേ ഇപ്പൊ ദീക്ഷയൊക്കെ കൊടുക്കുന്നത് പ്രഭുജി? എന്താ പറഞ്ഞ? ഹരേ കൃഷ്ണ. ആത്മസാക്ഷാത്കാരം ലഭിച്ച പിന്നെ ഇപ്പൊ നമ്മള് ജയപതാക സ്വാമി ഗുരു മഹാരാജ് ആണെന്നുണ്ടെങ്കിലും അദ്ദേഹം ആത്മസാക്ഷാത്കാരം ലഭിച്ച്, പക്ഷെ അദ്ദേഹം എല്ലാ ഒബ്ലിഗേഷനും വിട്ടിട്ട് നിൽക്കുന്നില്ല, അങ്ങനെയുള്ളതാണോ ഇവിടെ പറയുന്നത്? യെസ്, അതൊരു എക്സാമ്പിൾ. പക്ഷേ ഏതൊരു ശുദ്ധ ഭക്തനും ഭഗവാന് പൂർണ്ണ സമർപ്പണം ചെയ്ത് ഭഗവാന്റെ ഇംഗിതത്തിനനുസരിച്ചിട്ട്, ഭഗവാന്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കുന്ന, തൻ്റെ ഇന്ദ്രിയതൃപ്തിക്കല്ല ഭഗവാന്റെ ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്ന ഏതൊരു ശുദ്ധ ഭക്തനും ഈ കാറ്റഗറിയിൽ പെടും. ഏതൊരു ഭക്തനും. പക്ഷെ എങ്കിലും ഈ കാറ്റഗറി പെട്ട അവര് സാധാരണ ധർമ്മങ്ങൾ ചെയ്യാതിരിക്കില്ല എന്നാണ് പറയുന്നത്. അതേപോലെ അവർക്ക് ഒരാളോടും കടപ്പാടില്ല. അവര് ഒരാൾക്കാരെയും ഒരു പരിസ്ഥിതിയും ഒരു വസ്തുവിനെയും ആശ്രയിച്ചിട്ടല്ല ജീവിക്കുന്നത്. പൂർണ്ണമായിട്ടും ഭഗവാന് സമർപ്പണം ചെയ്ത ഭഗവാന്റെ അനുകമ്പ, ഭഗവാന്റെ കൃപ കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ക്ലിയർ ആയോ? ഉദാഹരണം പറയുമ്പോഴൊക്കെ ഏതൊക്കെ പറയാ പ്രഭുജി? അംബരീഷ് മഹാരാജ് അങ്ങനെയുള്ളതാ അതോ നമ്മളുടെ എല്ലാ ഇപ്പൊ നമുക്ക് ശുദ്ധ ഭക്തന്മാരെ നമ്മുടെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേര് പറയാൻ പറ്റും. നമ്മൾ അറിയാത്ത ഇഷ്ടം പോലെ സമൂഹത്തിൽ ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാർ, നമുക്കറിയില്ല. അപ്പൊ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഫേസ് വാല്യൂ ഉണ്ട്. ഒരുപാട് ഭക്തന്മാരുണ്ടായി പൂർണ്ണമായിട്ടും ഭഗവാനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടും എല്ലാം ഭഗവാന് സമർപ്പണം ചെയ്തിട്ടില്ല എത്രയോ ഡിവോട്ടീസ് ഉണ്ടാവും. അവരൊന്നും പറയില്ല ഞാൻ ശുദ്ധ ഭക്തനാണ്, അറിയൂല ഒരിക്കലും. അപ്പൊ നമ്മള് മനസ്സിലാക്കാം അവരുടെ ബിഹേവിയറും അവരുടെ ഇടപഴകലെല്ലാം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ഡിവോട്ടിയെ പറ്റിയിട്ട്. പിന്നെ ഓഫ് കോഴ്സ് മറ്റുള്ള ഡിവോട്ടീസ് പറയും ഈ മഹാരാജിന്റെ കാര്യം, ആ മഹാരാജിന്റെ കാര്യം. പ്രഭുപാദൊക്കെ ആ കാറ്റഗറി, തീർച്ചയായിട്ടും ആ കാറ്റഗറിയാണ്. കാരണം പ്രഭുപാദ് 24 മണിക്കൂറും കൃഷ്ണ കോൺഷ്യസ് ആണ്. അദ്ദേഹത്തിന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഭഗവാൻ അങ്ങനത്തെ ഒരു ദൗത്യം കൊടുത്തിരിക്കുകയാണ് പ്രഭുപാദയ്ക്ക്.
So a self-realized man is no longer obliged to perform any prescribed duty. Obliged, അതായത് അവർ കടമപ്പെട്ടവരല്ല. അതാണ് അത്രേ ഉള്ളൂ. സേവ് ആൻഡ് അക്സെപ്റ്റ് ആക്ടിവിറ്റീസ് ഇൻ കൃഷ്ണ കോൺഷ്യസ്. അവർക്ക് കൃഷ്ണാവബോധത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കേണ്ടുള്ളൂ, ആവശ്യമുള്ളൂ. കൃഷ്ണ കോൺഷ്യസ്നസ് ഈസ് നോട്ട് ഇൻ ആക്ടിവിറ്റി ഈതർ. ചില ആൾക്കാർ വിചാരിക്കും ഈ കൃഷ്ണ കോൺഷ്യസ് ഹരേ കൃഷ്ണ ആൾക്കാർ ഒരു ജോലിയും ചെയ്യുന്നില്ല, വെറുതെ പാട്ടും പാടാ, പ്രസാദം കഴിക്കുക, ഇത് മാത്രമേ ഉള്ളൂ. അത് ഇനാക്ടിവിറ്റി അല്ല. അവര് ജോലി ചെയ്യുന്ന പോലെ സാധാരണ ആൾക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു ക്ഷേത്ര ഇസ്കോൺ ടെമ്പിളിൽ പോയാൽ രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കണം അവർക്ക്. രാത്രി കിടക്കുമ്പോൾ 10 മണി. എന്തെല്ലാം ജോലികളാണ് അവർ ചെയ്യുന്നറിയും. എത്ര മണിക്കൂർ ചാൻഡ് ചെയ്യണം. ഡേറ്റി സർവീസസ്, ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ, ടെമ്പിൾ സർവീസസ്, ഇതെല്ലാം കൂടി അവർക്ക് സമയം കിട്ടുന്നില്ല. അത്രയും അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് ഒന്നും ചെയ്യാത്ത ആൾക്കാരായിട്ട് നമ്മൾ മുദ്ര കുത്താൻ പാടില്ല. അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ ആൾക്കാർ ചെയ്യുന്നത്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ബ്രോജി. So Krishna consciousness is not inactivity either, as will be explained in the following verses. A Krishna conscious man does not take shelter in any person. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ എന്തിന് ഡിപ്പെൻഡ് ചെയ്യണത്? എൻ്റെ എൻ്റെ കയ്യിലുള്ള പൈസ, എൻ്റെ പൊസിഷൻസ്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് നമ്മളെല്ലാവരും. ടു എ സർട്ടൻ എക്സ്റ്റെന്റ്. അത് പൊളിഞ്ഞാൽ മാത്രമാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം ബ്രോജി. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ബ്രോജി. കണ്ടറിയാം, എനിക്ക് സൗണ്ട് വരുന്നത്. ഞാൻ ടി വിയിൽ കണക്ട് ചെയ്തില്ല, കറണ്ട് പോയപ്പോ. അപ്പൊ നിങ്ങൾക്ക് കേൾക്കണ്ടല്ലേ ഞാൻ പറഞ്ഞത്? കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, അതായത് നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളുടെ സ്വന്തം കഴിവിനെയാണ്. അവസാനം ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ മാത്രം നമ്മൾ ഭഗവാനെ ശരണം പ്രാപിക്കുക, അല്ലേ? പക്ഷെ ഭക്തന്മാരങ്ങനെയല്ല, എപ്പോഴും ഭഗവാന്റെ ശരണത്തിന്റെ കീഴിലായിരിക്കും. അതാണ് പറയുന്നത്, കൃഷ്ണ കോൺഷ്യസ് മാൻ ഡസ് നോട്ട് ടേക്ക് ഷെൽട്ടർ ഓഫ് എനി പേഴ്സൺ, മാൻ ഓർ ഡെമിഗോഡ്. അത് ദേവതമാരായാലും ശരി, മനുഷ്യരായാലും ശരി. വാട്ട് എവർ ഹി ഡസ് ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് ഈസ് സഫിഷ്യന്റ് ഇൻ ദ ഡിസ്ചാർജ് ഓഫ് ഹിസ് ഒബ്ലിഗേഷൻ. കൃഷ്ണാവബോധത്തിൽ എന്തെല്ലാം കർമ്മങ്ങളാണ് ചെയ്യുന്നത്, അത് മാത്രമേ അവരുടെ ഒബ്ലിഗേഷൻ ആയിട്ട്, കടമയായിട്ടുള്ളൂ. എന്തെങ്കിലും ചോദ്യങ്ങളോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടോ ഇതില്? ഇല്ലെങ്കിൽ അടുത്ത ശ്ലോകത്തിൽ പോവാം. ടെക്സ്റ്റ് 19. തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചരാം അസക്തോ ഹി ആചരാൻ കർമ്മ പരം ആപ്നോതി പുരുഷാം. തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചരാം അസക്തോ ഹി ആചരൻ കർമ്മ പരം ആപ്നോതി പുരുഷാം. എല്ലാവരും ഒരു പ്രാവശ്യം റിസൈറ്റ് ചെയ്തോളൂ. തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷാം. കൃഷ്ണ. തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവതി വാസുദേവായ. തസ്മാത് സക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ
ഹി ആചരൻ കർമ്മ പരമാപ്നോതി പുരുഷഃ. ഹരേ കൃഷ്ണ. കൃഷ്ണ. സന്ധ്യ മാതാജി. മാതാജി വായിച്ചു പ്രഭുജി. ഇനി ശ്യാമള മാതാജി വായിക്കുന്നത്. ശ്യാമള മാതാജി ഇല്ലേ, പോയോ? കറണ്ട് പോയിണ്ടാവും. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ അതിന്റെ വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വിവർത്തനം. അതുകൊണ്ട് ഫലകാംക്ഷ കൂടാതെ കടമ എന്ന നിലയ്ക്ക് കർത്തവ്യം നിറവേറ്റുക. നിഷ്കാമ പ്രവർത്തനം ഭക്തനെ പരമപദത്തിലെത്തിക്കും. ഹരേ കൃഷ്ണ. Very good. Therefore, without being attached to the fruitive activities, one should act as a matter of duty, for by working without attachment, one attains the supreme. ഭഗവാൻ എന്ന് പറയുന്ന അർജുനോട് പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഓരോ ദൗത്യങ്ങളും അതിന്റെ ഫലം ഇച്ഛിച്ചിട്ടായിരിക്കരുത്. വിത്തൗട്ട് ബീങ് അറ്റാച്ച്ഡ് ടു ദ ഫ്രൂട്ട്സ് ഓഫ് ആക്ടിവിറ്റി. നമ്മൾ ചെയ്യേണ്ട ദൗത്യം, നമ്മൾ ചെയ്യേണ്ട കർമ്മം ചെയ്യാം. ആ ഫലം വന്നാൽ ഓക്കെ, ഇല്ലെങ്കിലും ഓക്കെ. വൺ ഷുഡ് ആക്ട് ആസ് എ മാറ്റർ ഓഫ് ഡ്യൂട്ടി. നമ്മുടെ കർത്തവ്യം എന്നുള്ള ഇത് അത് ചെയ്യണം. നമുക്ക് നമ്മുടെ കർമ്മഫലം ഉണ്ടെങ്കിൽ അതിന്റെ ഫലം കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല. എന്തായാലും ഓക്കെ, കിട്ടിയാലും ഓക്കെ, കിട്ടിയില്ലെങ്കിലും ഓക്കെ. ഫോർ ബൈ വർക്കിംഗ് വിതൗട്ട് അറ്റാച്ച്മെന്റ് മറ്റുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഭഗവാനെ പ്രാപിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ദ സുപ്രീം ഈസ് ദ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഫോർ ദ ഡിവോട്ടീസ് ആൻഡ് ലിബറേഷൻ ഫോർ ദ ഇംപേഴ്സണലിസ്റ്റ്. അപ്പൊ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭഗവാനാണ് അവരുടെ ലക്ഷ്യം. നേരെ മറിച്ച് ഒരു മായാവതിയെ സംബന്ധിച്ചിടത്തോളം മോക്ഷമാണ് അവരുടെ ലക്ഷ്യം. വ്യത്യാസം മനസ്സിലായോ? ഒരു ഭക്തന് ഭഗവാനെ ലഭിക്കണം, ഭഗവാനെ പ്രാപിക്കണം. ഒരു മായാവാദിക്ക് ഇംപേഴ്സണലിസ്റ്റിന് എന്താണ്? മോക്ഷം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഭഗവാനെ ലഭിച്ചാലും ആ ബ്രഹ്മജ്യോതിയും ലഭിച്ചാലും എന്താണ് വ്യത്യാസം? അത് രണ്ടും അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഭഗവാനെ ലഭിച്ചാ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണ്ട. മോക്ഷത്തിലാണെങ്കിൽ വീണ്ടും സായുജ്യൊക്കെ ആണെങ്കിൽ വീണ്ടും ഇങ്ങോട്ട് വരേണ്ടി വരില്ല. ഓക്കെ, 1 point. പിന്നെ ഭക്തി ഭഗവാനെ കിട്ടണമെങ്കിൽ മോക്ഷം അതിനോടൊപ്പം തന്നെ കിട്ടണം. മോക്ഷത്തിനായിട്ട് വേറെ പ്രയത്നിക്കണ്ട. ഭക്തി ഭഗവാനോട് ചെയ്യുമ്പോ ഭക്തി കിട്ടിയാല് മോക്ഷം അതിനോടൊപ്പം തന്നെ ഉണ്ട്. മോക്ഷത്തിനായിട്ട് വേറെ പ്രയത്നിക്കണ്ട. ഓക്കെ, പിന്നെ ഒന്നില് സേവനം ചെയ്യാം, ഒന്നില് സേവനം ചെയ്യാൻ പറ്റില്ല. ഭക്തിയുത സേവനം. അതെ. അപ്പൊ മോക്ഷത്തില് സേവനം എന്നുള്ള ആ എലിമെന്റ് ഇല്ല, അത് മിസ്സിംഗ് ആണ്. ഇവിടെ ഭക്തിയില് ഭഗവാനെ സേവിക്കാം. അവിടെ സേവനത്തില് എന്താണ് അതിന്റെ ഗുണം വെച്ചാൽ ആനന്ദാംബുതി വർധനമാണ്. നമ്മൾ ഒരാളെ സേവിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആനന്ദം, അത് എസ്പെഷ്യലി നമുക്ക് വളരെ വളരെ വേണ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടുള്ള ഒരാളെ സേവിക്കുമ്പോൾ ആ സേവനത്തിൽ കിട്ടുന്ന ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അല്ലേ? ഒരു പുതിയ ഇപ്പൊ ജനിച്ച ആ കുഞ്ഞിനെ, ഇൻഫന്റിനെ അമ്മ സ്നേഹിച്ചിട്ട് ആ സേവനമില്ലേ, അമ്മയുടെ ആ ആനന്ദം, അമ്മയുടെ ഒരു ആഹ്ലാദം, ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട, എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഭഗവാനെ നമുക്ക് സേവിക്കാൻ, ഒരു നോട്ടം കാണാൻ, ഒന്ന് സേവിക്കാൻ, അല്ലെങ്കിൽ ആ ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കാൻ നമുക്ക് അവസരം കിട്ടുന്ന പറയുന്നത് നമ്മളുടെ ആനന്ദം അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട് 8 മണിക്കൂർ, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആ കമ്പനിയുടെ ഉടമസ്ഥന്റെ ഉള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്? പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. അവിടെ എന്താണ്? സ്വാർത്ഥ താല്പര്യമുണ്ട്. അല്ലാണ്ട് ആ മുതലാളി എത്ര നല്ല ആളുകാരാണ്, അതുകൊണ്ട് ഞാൻ പൈസ കിട്ടിയില്ല ഞാൻ ജോലി ചെയ്യാം, ആരെങ്കിലും പറയോ? എല്ലാവർക്കും എന്തെങ്കിലും വേണം. അപ്പൊ അവിടെ എന്താണ്? നമ്മള് എങ്ങനെയാണ് അത് 8 മണിക്കൂർ 6 മണിക്കൂറായി കിട്ടിയ എത്ര നന്നായിരുന്നു, 6 മണിക്കൂർ കിട്ടിയാൽ 4 മണിക്കൂറായി കിട്ടിയ എത്ര നന്നായിരുന്നു ആലോചിക്കും. കാരണം അവിടെ സ്നേഹം എന്തല്ല, അവിടെ ബിസിനസ്സാണ്. നേരെ മറിച്ച് ഭഗവാനെ സേവിച്ച് 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 ആനന്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് പറയുന്ന ചൈതന്യ മഹാപ്രഭു പറയുന്നു, യുഗായുധം നിമിഷേന ചക്ഷുഷ പ്രവർഷായുധം ശൂന്യായുധം ജഗത് സർവം ഗോവിന്ദ വിരഹേനമേ. അല്ലെ? ആ ഗോവിന്ദന്റെ വിരഹത്തില് നമ്മള് എന്താണ്? ഒരു നിമിഷം കൂടി യുഗമായിട്ട് തോന്നുന്നു.
ഇപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ യൂത്ത് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും യവന പ്രായത്തിൽ പ്രേമിക്കുകയാണ്. അവര് രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ സല്ലപിച്ചിരിക്കുന്ന ഒരു ഗാർഡനിൽ വൈകുന്നേരം ആയപ്പോ സന്ധ്യ, അയ്യോ ഇത്ര പെട്ടെന്ന് സമയം പോയോ, നമ്മളിപ്പോ വന്നിട്ട് 1 മണിക്കൂറും കൂടി ആയിട്ടില്ലെന്ന് തോന്നുന്നു. 12 മണിക്കൂർ അവർ ഇരുന്നുണ്ടാവും ഗാർഡനിൽ. പക്ഷെ അവരെന്താ വിചാരിക്കുന്നത്, വന്നിട്ട് 1 മണിക്കൂറും കൂടി ആയില്ല. അപ്പൊ എന്തായി, സമയം പെട്ടെന്ന് പോയി. നേരെ മറിച്ച് ഇഷ്ടപ്പെടാത്ത ഒരാളുടെ കൂടി 12 മണിക്കൂർ നമ്മൾ ചെലവഴിക്കുകയായിരിക്കുക. ആ 12 മണിക്കൂർ 12 യുഗമായിട്ട് തോന്നും നമുക്ക്. അതേ സമയം അല്ലേ, സമയം കുറഞ്ഞിട്ടില്ല കൂട്ടിയിട്ടില്ല. പക്ഷെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് വളരെ വളരെ പെട്ടെന്ന് പോയി, ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് അത് വലിയ സമയമാണ്. അതാണ് വ്യത്യാസം. അപ്പൊ നമ്മൾ ഭഗവാന്റെ അടുത്ത് പോകുമ്പോൾ അത്രയും വേണ്ടപ്പെട്ടാകുമ്പോൾ നമുക്ക് എത്ര സേവ ചെയ്താലും പോരാ. അപ്പോ ഇവിടുത്തെ പോലെ ആ ക്ഷീണം അതൊന്നും ഉണ്ടാവില്ല അവിടെ. അതിനുള്ള എനർജി, അതിൻ്റെ എൻത്യൂസിയസം നമുക്ക് ഭഗവാൻ തരും. അതുകൊണ്ട് എത്ര ചെയ്താലും പോരാ. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ആനന്ദം വർദ്ധിക്കുന്നു. ചുരുക്കത്തിൽ എല്ലാവർക്കും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്താണ്, നമുക്ക് സന്തോഷിക്കണം. സന്തോഷം എവിടെയാണ് കിട്ടുന്നത് അതല്ല നമ്മൾ ചെയ്യുക. അപ്പൊ അത് നമുക്ക് അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ ഭൗതിക ലോകത്തിൽ വരേണ്ട ആവശ്യം എന്താ? So a person therefore acting for Krishna or in Krishna consciousness under proper guidance and without attachment to the result of birth, certainly making progress towards the supreme goal of life. അപ്പോൾ പ്രഭാത് പറയുന്നത്, ഏതൊരു വ്യക്തിയാണോ കൃഷ്ണാവബോധത്തില് ശരിക്കുള്ള ഗുരുജനങ്ങളുടെ നിർദ്ദേശപ്രകാരം ആ പല ഇച്ഛ കൂടാതെ ദൗത്യം ചെയ്യുന്നത്, കർമ്മം ചെയ്യുന്നത്, അവർ തീർച്ചയായിട്ടും അവർ അഡ്വാൻസ് ചെയ്യാണ്, പ്രോഗ്രസ് ചെയ്യാണ് സ്പിരിച്വലി. Arjuna is told that he should fight in the battle of Kurukshetra for the interest of Krishna because Krishna wanted him to fight. അർജുനോട് കൃഷ്ണൻ പറഞ്ഞു, അത് കൃഷ്ണന്റെ ആഗ്രഹം കുരുക്ഷേത്ര യുദ്ധം ചെയ്യണമെന്നാണ്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ അർജുനൻ തയ്യാറായി. To be a good man or a non-violent man is a personal attachment, but to act on behalf of the Supreme is to act without attachment to result. അപ്പൊ നമ്മള് നല്ലൊരു പുണ്യാളനാണ്, അതൊക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ അതിലുപരിയായിട്ട് എന്താണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുകയാണെങ്കിൽ എന്താണ്, അതും യാതൊരു ഫല ഇച്ഛ കൂടാതെ ചെയ്യുമ്പോൾ ഭഗവാൻ പ്രീതിപ്പെടുന്നു. ഭഗവാൻ നമുക്ക് എല്ലാ വിധത്തിലുള്ള പ്രൊട്ടക്ഷനും നമുക്ക് തരുന്നു. That is perfect action of the highest degree recommended by the Supreme Personality of Godhead, Shri Krishna. അപ്പോൾ എന്ത് തന്നെ ആയാലും ശരി, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന ആ ആക്ടിവിറ്റീസ്, ആ കർമ്മം, അതാണ് നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്നത്, നമ്മളെ ഭഗവാൻ കൃഷ്ണനായിട്ട് ഏറ്റവും അടുപ്പിക്കുന്നത്. Vedic rituals like prescribed sacrifices are performed for purification of impious activities that were performed in the field of sense gratification. അപ്പോൾ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള അനുഷ്ഠാനങ്ങളുണ്ട്, ആചാരങ്ങൾ, ലൈക്ക് സാക്രിഫൈസസ്, യജ്ഞങ്ങൾ, എന്തിനാണ് ചെയ്യുന്നത്? ഫോർ പ്യൂരിഫിക്കേഷൻ ഓഫ് ഇംപയസ് ആക്ടിവിറ്റീസ്. നമ്മൾ ഒരുപാട് അറിഞ്ഞോ അറിയാതെ പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് മുക്തനാവാൻ വേണ്ടിയിട്ടാണ്. നമ്മള് ഇന്ദ്രിയ തൃപ്തി ചെയ്യുന്ന സമയത്ത് ചെയ്തു കൂട്ടിയിട്ടുള്ള, അറിഞ്ഞോ അറിയാതോ ചെയ്തു കൂട്ടിയിട്ടുള്ള പാപകർമ്മങ്ങളിൽ നിന്ന് മുക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേദിക് റിച്വൽസ് ചെയ്യുന്നത്. ബട്ട് ആക്ഷൻ ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് ഈസ് ട്രാൻസെൻഡന്റൽ ടു ദ റിയാക്ഷൻസ് ഓഫ് ദ ഗുഡ് ഓർ ഈവിൾ ഗോഡ്. പക്ഷെ അതും ഇതുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യാൻ പാടില്ല. കൃഷ്ണാവബോധത്തിൽ ഭഗവാൻ കൃഷ്ണന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന, ഭക്തന്മാരുടെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന ആ കർമ്മവും വേദിക് റിച്വൽസും ഒരേ തലത്തിൽ നമ്മൾ കാണാൻ പാടില്ല. ഇത് ദിവ്യമായിട്ടുള്ള തലത്തിലാണ്, ട്രാൻസെൻഡന്റലാണ്. എ കൃഷ്ണ കോൺഷ്യസ് പേഴ്സൺ ഹാസ് നോ അറ്റാച്ച്മെന്റ് ഫോർ ദ റിസൾട്ട് ബട്ട് ആക്ട്സ് ഓൺ ബിഹാഫ് ഓഫ് കൃഷ്ണ അലോൺ. ഒരു കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തി ഭഗവാൻ കൃഷ്ണന്റെ ആഗ്രഹപ്രകാരം, ഭഗവാൻ കൃഷ്ണന്റെ
ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു. അല്ലാണ്ട് അവനവന്റെ ഇന്ദ്രിയ തൃപ്തിക്കല്ല. ഈ എൻഗേജസ് ഇൻ ഓൾ കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസ് ബട്ട് ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോൺ ആക്റ്റീവ്. അപ്പൊ നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ തോന്നും നമ്മൾ ചെയ്യുന്ന അതേ കാര്യങ്ങളാണ് അവരും ചെയ്യുന്നത്. നമ്മളെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടും വിത്ത് അറ്റാച്ച്മെന്റ് ആസക്തിയോടുകൂടി ചെയ്യുന്നു. അദ്ദേഹം ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു, ആസക്തി ഇല്ലാതെ ചെയ്യുന്നു. സെയിം കാര്യങ്ങൾ. പച്ചക്കറി മേടിക്കാൻ ഒരു ബ്രഹ്മചാരി മാർക്കറ്റിൽ പോയിട്ട് പച്ചക്കറി മേടിക്കാൻ പോകുന്നു, നമ്മളും പച്ചക്കറി മേടിക്കാൻ പോകുന്നു. രണ്ടും ഒരേ ആക്ടിവിറ്റി. ഒന്ന് ട്രാൻസെൻഡന്റൽ പ്ലെയിനിലാണ്, പ്ലാറ്റ്ഫോമിലാണ്, ദിവ്യമായിട്ടുള്ള തലത്താണ് അദ്ദേഹം ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് ഭൗതിക തലത്തിലാണ്. എന്താണ് വ്യത്യാസം? രണ്ടും ഒരേ ആക്ടിവിറ്റി. രണ്ടുപേരും മാർക്കറ്റിൽ പോകുന്നു, റിക്ഷ പിടിക്കുന്നു, മാർക്കറ്റിൽ പോകുന്നു, വെണ്ടയ്ക്കയും തക്കാളിയും വഴുതനയും ആ സാധനങ്ങളൊക്കെ എല്ലാം സെലക്ട് ചെയ്ത് നല്ല നല്ല സാധനങ്ങൾ എടുത്തുകൊണ്ട് ഞാനും സെലക്ട് ചെയ്യുന്നു, നല്ല സാധനങ്ങൾ എടുക്കുന്നു, അദ്ദേഹം സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് റിക്ഷ പിടിച്ച് തിരിച്ചു വരുന്നു. ഒരേ ആക്ടിവിറ്റി. പക്ഷെ ഒന്ന് മെറ്റീരിയൽ പ്ലാറ്റ്ഫോം, ഒന്ന് ട്രാൻസെൻഡന്റ് പ്ലാറ്റ്ഫോം. എന്താ വ്യത്യാസം? ബ്രഹ്മചാരി ഭഗവാന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഭഗവാന് ഇഷ്ടമുള്ള എന്തൊക്കെയാണ് ഭഗവാന് ഇഷ്ടമുള്ളത്? ഇപ്പൊ രാധാറാണിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ആ ബ്രഹ്മചാരി സെലക്ട് ചെയ്യും. മറ്റേ ഭൗതികത്തിലുള്ള ആൾക്കാർ നമ്മളുടെ തൃപ്തിക്ക് നമുക്ക് എന്താണോ ഇഷ്ടം അത് മാത്രം തിരഞ്ഞെടുത്ത് പോകും. ബ്രഹ്മചാരി ചെയ്യുന്നത് ഭഗവാന് ഭോഗം ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഭഗവാന് വേണ്ടിയിട്ടാണ് മാർക്കറ്റിൽ പോയത്, ഭഗവാന് വേണ്ടിയിട്ടാണ് പച്ചക്കറി മേടിച്ചത്, ഭഗവാന് ഭോഗം ഉണ്ടാക്കാൻ വേണ്ടി പച്ചക്കറി വെച്ചത്. പിന്നെ അത് ചെയ്തു, എന്നിട്ട് സമർപ്പണം ചെയ്തു അല്ലെ, എന്നിട്ട് ഭഗവാൻ തരുന്ന റെമനൻസ് ആണ് കഴിക്കുന്നത്. അപ്പൊ അത് കൃഷ്ണാവബോധത്തിലായ ആക്ടിവിറ്റി. നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ പൈസ കൊടുത്തിട്ട് നമ്മൾ വൃക്ഷയിൽ പോയി നമ്മളുടെ കാര്യത്തിന് വേണ്ടി പച്ചക്കറി മേടിച്ചു, നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അതുണ്ടാക്കി, അത് നമ്മൾ കഴിച്ചു. അതിൽ കൃഷ്ണൻ പിക്ചറിലേ വരുന്നില്ല, ഭഗവാൻ കൃഷ്ണൻ പിക്ചറിലേ വരുന്നില്ല. രണ്ടും ഒരേ ആക്ടിവിറ്റി. ഒന്ന് ദിവ്യമായിട്ടുള്ള തലത്ത്, ഒന്ന് ഭൗതികമായ തലത്തില്. ഈ വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. He engages in all kinds of activities, but is completely not attached. അപ്പൊ എല്ലാ ഭൗതിക തലത്തിലുള്ള ആ ആക്ടിവിറ്റീസിലും ഒരു ബ്രഹ്മചാരിയോ അല്ലെങ്കിൽ ഒരു ഭക്തൻ ചെയ്യപ്പെടുന്നത് കാണാം നമ്മൾ. പക്ഷേ അദ്ദേഹത്തിന് യാതൊരു അറ്റാച്ച്മെന്റും ഇല്ല. നമുക്ക് എല്ലാത്തിനോടും അറ്റാച്ച്മെന്റും ഉണ്ട്. അതാണ് വ്യത്യാസം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഓർ കമന്റ്സ്? ഹരികൃഷ്ണ പ്രജി, ഇപ്പൊ ചില നമ്മുടെ ഇതിൽ തന്നെ പറയുന്നുണ്ടല്ലോ, നമ്മള് ഒന്നും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങളും, അതായത് ഇപ്പൊ ഭോഗ് ഓഫറിങ് ആണെങ്കിൽ അപ്പൊ അത് എങ്ങനെയാണ് പ്രൂജി വരുന്നത്? ഇപ്പൊ ചില ആൾക്കാർ പറയുന്നത് നമുക്കൊരു ലഡ്ഡു തിന്നാൻ തോന്നിയിട്ടുണ്ടെങ്കിലും ശരി, അത് ഭഗവാനെ ഓഫർ ചെയ്തിട്ട് കഴിക്കാലോ, അങ്ങനെയുള്ള. അതൊരു പ്രിലിമിനറി സ്റ്റേജ്, ആദ്യത്തെ സ്റ്റേജ്. അപ്പൊ ആദ്യമൊക്കെ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം നമ്മൾ ഭഗവാനോട് ഇഷ്ടമുണ്ടായിട്ടില്ല ചെയ്യുന്നത്. ആദ്യം റൂൾസ് ആൻഡ് റെഗുലേഷൻ, നിയമം പാലിക്കുകയാണ്. അതായത് നമ്മളുടെ ആ കർമ്മഫലം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കഴിക്കുന്നത് അത് ഭഗവാന് സമർപ്പണം ചെയ്ത് കഴിക്കാൻ എനിക്കാണ് ആഗ്രഹം. എനിക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓക്കെ, എനിക്ക് നല്ല രസഗുള കഴിക്കണം, ഓക്കെ, അല്ലെങ്കിൽ ഗുലാബ് ജാം കഴിക്കണം, അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നു. പക്ഷെ അത് നമ്മൾ ഭഗവാൻ ഓഫർ ചെയ്യാതെ കഴിക്കുമ്പോൾ പാപമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം അത് ഭഗവാൻ ഓഫർ ചെയ്ത് കഴിച്ചാൽ പാപമല്ല, അത് നമുക്ക് പ്യൂരിഫിക്കേഷൻ നടക്കും. അങ്ങനെ സ്ലോലി പിന്നെ എൻ്റെ ആ ആറ്റിറ്റ്യൂഡ് മാറും. ഭക്തന്മാരുടെ സംഘത്തില് അത് ആ ആറ്റിറ്റ്യൂഡ്, ഇപ്പൊ എൻ്റെ ആറ്റിറ്റ്യൂഡ് തെറ്റാണ്, എനിക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടത്, ഇനി എനിക്ക് വേണ്ടിയിട്ടില്ല, ഭഗവാന് എന്നതാ ഇഷ്ടം, അത് ഭഗവാന് നമ്മൾ സ്നേഹത്തോടെ പ്രേമത്തോടെ അർപ്പിച്ച് ഭഗവാൻ തരുന്ന പ്രസാദം എന്താണെന്ന് വെച്ചാൽ അത് എന്തായാലും അത് കഴിക്കുക. നമ്മൾ ചൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ചൂസ് ചെയ്യാൻ എപ്പോഴും എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, കഴിച്ചാൽ അതാണ് എനിക്ക് ഇഷ്ടമുള്ളൂ. പ്രസാദത്തിൽ ചൂസ് ചെയ്യാൻ പാടില്ല. അതേപോലെ സേവയിലും ചൂസ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇപ്പോഴൊക്കെ നമ്മൾ പ്രോഗ്രസിങ് സ്റ്റേജിലാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഡിഫറെൻറ്റ് ലെവലിലായിരിക്കും. അപ്പോൾ എല്ലാം നമുക്ക് ഇപ്പൊ തന്നെ ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റിയൊന്നുമില്ല. അപ്പോൾ സ്ലോലി ആൻഡ് ഗ്രാജുവലി എല്ലാവരും ഇവോൾവ് ചെയ്യാണ്, പ്രോഗ്രസ് ചെയ്യാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ആ സ്റ്റേജിലെത്തുമ്പോൾ പൂർണ്ണമായിട്ടും ഞാനിതിലൊരാളല്ല, ഭഗവാനെ പ്രീതിപ്പെടുത്തുക. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഭഗവാനെ പ്രീതിപ്പെടുത്തുക, ഇതാണ് എൻ്റെ ഒരേ ഒരു ലക്ഷ്യം എന്നുള്ള തലത്തിലേക്ക്
നമ്മളുടെ ഭക്തന്മാരുടെ സംഘത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വളരും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തീർച്ചയായിട്ടും മാതാജി പറഞ്ഞ പോലെ എനിക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ട്, അത് ഭഗവാൻ ഓഫർ ചെയ്ത് കഴിക്കുക. പിന്നീട് നമ്മൾ പ്യൂരിഫൈ ആവുമ്പോൾ ഭഗവാന് വേണ്ടി മേടിക്കുന്നു, ഭഗവാന് വേണ്ടി പാചകം ചെയ്യുന്നു, ഭഗവാന് സമർപ്പണം ചെയ്യുന്നു, ഭഗവാന്റെ ഇഷ്ടപ്രകാരം എല്ലാം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആ മെൻറ്റാലിറ്റി മാറി. കാരണം നമ്മൾ പ്യൂരിഫൈ ആയി ആ ശുദ്ധ ഭക്തന്റെ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ മെൻറ്റാലിറ്റി ആറ്റിറ്റ്യൂഡിന് മാറും. തുടക്കത്തിൽ അങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു സ്വിമ്മിങ് പഠിക്കുന്ന കുട്ടി ആദ്യത്തെ ദിവസം തന്നെ ഒന്നാന്തരം സ്വിമ്മിങ് ചെയ്യില്ല. കയ്യും കാലിട്ടൊക്കെ അടിക്കില്ല, ചിലപ്പോൾ മുങ്ങൊക്കെ ചെയ്യും. അങ്ങനെ പ്രാക്ടീസ് ഒരു ദിവസം വളരെ എക്സ്പേർട്ട് സ്വിമ്മറായി മാറും. അതുപോലെ ഡിവോട്ടി ലൈഫും അങ്ങനെയാണ്. ആദ്യം തന്നെ എല്ലാ യമനിയമങ്ങളും പാലിച്ചു വരില്ല. ഓക്കെ, ആ ഒരു മനഭാവം ഉണ്ടായിരുന്നു വരില്ല. ആദ്യം മറ്റുള്ള ഭക്തന്മാരോട് ടെമ്പിളിലെ മറ്റുള്ള ഭക്തന്മാരോട് കയർന്ന് സംസാരിക്കും. സംയമനം ഉണ്ടായിരിക്കില്ല. അവർ ചെയ്തോട്ടെ, പക്ഷെ നമ്മൾ സംയമനം പാലിക്കണം. നമ്മൾ അഡ്വാൻസ് ആണെങ്കിൽ അങ്ങോട്ട് തിരിച്ച് വഴക്കടിക്കാൻ പാടില്ല. അതൊക്കെ ടോളറേറ്റ് ചെയ്യണം. ചില സമയത്ത് പല അനുഭവങ്ങളും നമ്മൾ ഒരു സത്സംഗിലോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലത്തോ പോകുമ്പോൾ നമുക്ക് ഉണ്ടാവും. ചില ആൾക്കാർ ചീത്ത പറയും, ചില ആൾക്കാർ അനാവശ്യമായിട്ട് വഴക്കടിക്കാൻ വരും. അപ്പൊ നമ്മളും ഇതിന് പ്രതികരിക്കാൻ നിന്നാൽ പിന്നെ ആ വ്യക്തിയും നമ്മളും തമ്മിൽ യാതൊരു വ്യത്യാസവും. അപ്പൊ ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല, ചിലതൊക്കെ സഹിക്കുക, ചിലതൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരോട് റിപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് അധികാരമില്ലേ വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ആ ഒരു ഡിവോട്ടിയോട് ആ ഒരു ഭക്തനോട് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സീനിയർ ഉണ്ടായിരിക്കട്ടോ, അദ്ദേഹത്തിനെ കണ്ടുകൊള്ളുന്നത്. അപ്പൊ അവരോട് പറയും, അങ്ങനെ നിങ്ങൾ ഡിവോട്ടി മിസ്ബിഹേവ് ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് നോക്കണോട്ടോ എന്ന് പറയാം. നമ്മൾ അറിയിക്കേണ്ട ആൾക്കാരെ അറിയിക്കുക. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ ചെയ്യും. കാരണം വെച്ചാൽ എല്ലാവരും ഡിവോട്ടീസ് അല്ല. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെയാണ്. ചില സമയത്ത് നമ്മളും ചിലപ്പോൾ ഒന്ന് റിയാക്ട് ചെയ്ത് വരും. പക്ഷെ റിയാക്ട് ചെയ്താലും വീട്ടിൽ വന്ന് നമ്മൾ അത് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത് തെറ്റാണെങ്കിൽ പിന്നീട് അത് ആവർത്തിക്കാതിരിക്കാൻ നോക്കുക. അങ്ങനെ നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കണം, നല്ല ഡിവോട്ടി ആയിട്ട്. ചില സമയത്ത് ഞാൻ പറഞ്ഞാല് ഉടനെ നമുക്ക് എന്തെങ്കിലും നമുക്ക് അപ്രിയമായിട്ട് തോന്നുന്ന വല്ലവരും പറയാൻ, നമ്മൾ ചെയ്യാത്ത കാര്യത്തിൽ നമ്മളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ ഉടനെ അതിന് റിയാക്ട് ചെയ്യും. പിന്നീട് ഇരുന്നാലിക്കുമ്പോൾ അയ്യോ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു തോന്നുമ്പോൾ നമ്മൾ തന്നെ റിപ്പൻറ്റ് ചെയ്യണം. പിന്നീട് അങ്ങനത്തെ ഒരു വരുമ്പോൾ അത് വളരെ സൂക്ഷിക്കണം, ചെയ്യാൻ പാടില്ലാത്ത ചെയ്യരുത്. നേരെ മറിച്ച് വല്ലാതെ സീരിയസ് ഒഫൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിപ്പോർട്ട് ചെയ്യണം അതിൻ്റെ അതോറിറ്റിയോട്. പിന്നെ അത് അവരുടെ കയ്യിലാണ്, അതോറിറ്റി ചെയ്യണം. അവരെ ചെന്ന് റിപ്രിമാൻഡ് ചെയ്യണം, ശകാരിക്കലും അവരെ വേണ്ട വിധത്തിൽ എന്താ പറയുക മെൻറ്റർ ചെയ്യണം, അവരുടെ കാര്യം. നേരെ മറിച്ച് നമ്മളുടെ കീഴിലുള്ള ആൾക്കാരാണ്, നമ്മൾ മെൻറ്റർ ചെയ്യുന്ന ആളാണ്, ആ ഒരു ഡിവോട്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് അവരെ റിപ്രിമാൻഡ് ചെയ്യാൻ, നമുക്ക് അവരെ ശകാരിച്ച് നന്നായിട്ട് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മളുടെ റിലേഷൻഷിപ്പ് അനുസരിച്ചിരിക്കും ഓരോ കാര്യങ്ങൾ, നമ്മളുടെ റെസ്പോൺസിബിലിറ്റി അനുസരിച്ചിരിക്കും കാര്യങ്ങൾ. അപ്പോൾ വെറെവർ പോസിബിൾ നമ്മൾ ടോളറേറ്റ് ചെയ്യാൻ നോക്കുക, അതാണ് ഏറ്റവും നല്ലത്. No reaction is the best reaction. No reaction is the best reaction. Okay. വേറെ എന്തെങ്കിലും? നമ്മൾ എത്ര ശ്ലോകം എടുത്ത്? 2 18, 19 അല്ലേ? 18, 19, 20 അടുത്ത ക്ലാസ് എടുക്കാം. അപ്പോൾ ഈ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो नमः। अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय। ताय गो प्रेमानंदे। हरि हरि बोल।